സ്നേഹത്തിന്റെ ബാലപാഠങ്ങൾ. നീ എന്നിത്ര രാവിലെ വെളുത്ത സാരിയെ കൊടുത്ത്? എനിക്ക് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോണം മോനേട്ടാ. ഓഫീസിലെ ഗുമസൻ മത്തായി ചേട്ടന്റെ അളിയനെ ഇന്നലെ പോലീസ് പിടിച്ചു. എന്തിന്? വെള്ളമടിച്ച് വണ്ടി ഓടിച്ചെന്നാണ് കേസ്. തടഞ്ഞു നിർത്തിയ എസ് ഐ ഗീവർഗീസ് സാറിനോട് എന്തോ അനാവശ്യം പറഞ്ഞെന്ന് തോന്നുന്നു. അല്ലായിരുന്നെങ്കിൽ സാർ അപ്പോഴേ വിടേണ്ടതാ. ഇതിലിപ്പോ നീ എന്തിനാ പോകുന്നത്? ഞാൻ ചെന്നാൽ ആളെ വിടും. ഗീവർഗീസ് സാറ് കുറച്ച് വാശിക്കാ. വക്കീൽ വന്നിട്ട് പോയാ മതി എന്ന് പറഞ്ഞെന്ന്. കഷ്ടം. സത്യത്തിൽ എനിക്ക് ഇതിനോട് സഹതാപമാണ് തോന്നുന്നു ഭാമേ. സാധാരണ നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ. കുടുംബത്തിൽ പിറന്നവരാരും പോലീസുമായി ഇടപെടാൻ ശ്രമിക്കാറില്ല. പക്ഷെ നിന്റെ കാര്യോ? രാവിലെ ഉടുത്തൊരുങ്ങി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. എന്തിന്? ഇന്നലെ മൂക്കറ്റം കള്ളു കുടിച്ച് 6ാം തരം കാണിക്കുകയും അത് ചോദ്യം ചെയ്ത എസ് ഐയെ തെറിവിളിക്കുകയും ചെയ്ത ഒരുത്തന് വേണ്ടി കാലു പിടിക്കാനായിട്ട്. കഷ്ടം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയട്ടെ. എന്ത് മറുപടി? ഇതിനൊന്നും മറുപടി ഇല്ല. ഇതിനൊക്കെ മറുപടി ഉണ്ട് മോഹനേട്ടാ. ഒന്നാമത്തെ കാര്യം, എന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ എന്ന് മോഹനേട്ടൻ പറഞ്ഞു. ഒരു സാധാരണ പെൺകുട്ടിയായിട്ടല്ല ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. ഒരു വക്കീൽ എന്ന നിലയ്ക്കാണ്. ഒരു വക്കീലിന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ. അതുകൊണ്ട് ആദ്യത്തെ പ്രസ്താവന തെറ്റ്. ഇനി രണ്ടാമത്തെ കാര്യം, കുടുംബത്തിൽ പിറന്നവരാരും പോലീസുകാരുമായി ഇടപെടാൻ ശ്രമിക്കില്ല എന്ന്. അതൊരു മണ്ടത്തരമാണ്. നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ സർക്കാർ നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പോലീസുകാര്. റവന്യൂ വകുപ്പിലെ വില്ലേജ് ഓഫീസർക്ക് ശമ്പളം കൊടുക്കുന്ന അതേ സർക്കാർ തന്നെയാണ് ആഭ്യന്തര വകുപ്പിലെ എസ് ഐക്കും ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് വില്ലേജ് ഓഫീസറോട് ഇടപെടാമെങ്കിൽ പോലീസുകാരോട് ഇടപെടാം. ഇനി മൂന്നാമത്തെ കാര്യം, ഇന്നലെ കള്ളു കുടിക്കുകയും പോലീസുകാരെ തെറിവിളിക്കുകയും ചെയ്ത ആൾക്ക് വേണ്ടി എസ് ഐ ഗീവർഗീസ് സാറിന്റെ കാലു പിടിക്കാനല്ല ഞാൻ പോകുന്നത്. നിയമപരമായി അയാൾക്ക് ലഭിക്കേണ്ട ജാമ്യം ഒപ്പിട്ട് വാങ്ങാനാണ്. അത് ഒരു വക്കീൽ എന്നുള്ള നിലയിൽ എന്റെ ജോലിയാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നാട് മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ്. എന്റെ ഭാര്യ കൊച്ചുവെളുപ്പാങ്കാലത്ത് പോലീസ് സ്റ്റേഷന്റെ വരാന്തലിരിക്കുന്നത് കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നതിൽ എനിക്ക് അല്പം വിഷമമുണ്ട്. മോഹനേട്ടനെ പോലെ എടുത്തുചാട്ടക്കാരനും മുൻകോപിയുമായ ഒരു മനുഷ്യനെ കണ്ടിട്ടേ ഇല്ലെന്ന് നാട്ടുകാർ എന്നോട് പറയുമ്പോൾ എനിക്കും വിഷമം തോന്നാറുണ്ട്. തർക്കിക്കാൻ നീ ആള് മിടിക്കുകയാണ്. പക്ഷേ തർക്കിച്ച് ജയിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഭാമേ. ഈ നാട്ടിലെ പല വക്കീലന്മാരിൽ ഒരാൾ മാത്രമാണ് നീ. ഞാനോ ഇവിടത്തെ ഒരേ ഒരു വില്ലേജ് ഓഫീസർ. ആ വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ. എനിക്ക് എന്റെ അന്തസ്സും അഭിമാനവും നോക്കണം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മോഹനയുടെ ഒരു ധാരണയുണ്ട്. കേരളത്തിൽ അന്തസ്സും അഭിമാനവും ഉള്ളത് റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണെന്ന്. അത്തരക്കാരെ വിളിക്കേണ്ടത് കൂപമണ്ടൂകം എന്നാണ്. ഒട്ടക്കുളത്തിലെ തവളയ്ക്ക് കുളത്തിന് പുറത്തുള്ള ലോകത്തെ പറ്റി യാതൊരു വിവരവും കാണില്ല. വിവരമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ പോയി കുടിയന്മാരെ ജാമ്യത്തിലിറക്കുന്ന പണി അന്തസ്സില്ലാത്തതാണ്. എന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ വന്നാൽ മോഹനേട്ടന് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാകും. ഈ വേഷത്തിന്റെ വില എന്താണെന്നും അപ്പം മോഹനേട്ടന് അറിയാം. ഈ വേഷം എന്നതുകൊണ്ട് നീ ഉദ്ദേശിച്ചത് ഈ വെളുത്ത സാരിയാണോ? അതെ. ഇതുപയോഗിക്കുന്ന 2 കൂട്ടരേ കേരളത്തിലുള്ളൂ. ഒന്ന് നിന്നെ പോലെ കുറെ പെൺവക്കീലന്മാർ, പിന്നെ TV സീരിയലിലെ പെൺ പ്രേതങ്ങൾ. പറഞ്ഞു വരുമ്പോ 2 കൂട്ടരുടെ സ്വഭാവം ഒന്ന് തന്നെ. പ്രേതങ്ങൾ കറുത്ത ബ്ലൗസ് അല്ല ഇടാറുള്ളത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പ്രേതത്തെ കണ്ടിട്ടുള്ളൂ. അത് കറുത്ത ബ്ലൗസാണ് ഇടുന്നത്. ഇന്ന് രാവിലെ, അതായത്
ഇപ്പോഴും കൂടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മോഹനേട്ടൻ എന്നെ കളിയാക്കാം. ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ ഇത് മാറ്റി പറയേണ്ടി വരും. നാട്ടിലെ ഏത് വക്കീലും കൊതിക്കും ഇന്ത്യ മുഴുവൻ ശാഖകളുള്ള ഒരു സ്ഥാപനത്തിന് ലീഗൽ അഡ്വൈസർ ആകാൻ. അങ്ങനെയുള്ളൊരു ഭാഗ്യത്തിലേക്കാണ് ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചു പോകുന്നത്. പോലീസ് സ്റ്റേഷനിലാണ് പോകുന്നതാണ് നേരത്തെ പറഞ്ഞത്. ഈ പോലീസിന്റെ വക്കീല് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ? രാവിലെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പക്ഷെ മത്തായി ചേട്ടന്റെ അളിയിലെ ജാമ്യത്തിൽ ഇറക്കിയിട്ട് ഞാൻ വക്കീൽ ഓഫീസിലെത്തുമ്പോൾ എന്നെ കാണാൻ ഒരു അതിഥി ഉണ്ടാവും. കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ നമ്മുടെ ടൗണിലെ കേസുകളെല്ലാം വാദിക്കുന്നത് അഡ്വക്കേറ്റ് സത്യഭാമയാണ്. എന്നെ വക്കാലത്തേൽപ്പിക്കാനാണ് അദ്ദേഹം വരുന്നത്. അല്ല, അത് മനസ്സിലായില്ല. എന്ത്? ഈ കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ സ്വാഭാവികമായിട്ടും നല്ല ബുദ്ധിയുള്ളവനായിരിക്കും. എന്നിട്ടും അയാളുടെ കേസുകൾ നിന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ അതിലും നല്ലത് കഴുത്തിലൊരു കല്ല് കെട്ടിയിട്ട് അറബിക്കടലേക്ക് ചാടുന്നതാ. ഈ തെളിഞ്ഞു വരുന്ന അസൂയൊക്കെ ഉണ്ടോ? പാവ മോഹനേട്ടൻ. ഈ വീമ്പ് പറച്ചിലൊക്കെ ഇനി എത്ര നേരത്തേക്കാ? 11 മണിയോടുകൂടി അഡ്വക്കേറ്റ് സത്യഭാമ അനാമിക പ്രോപ്പർട്ടീസിന്റെ വക്കീലാവുന്നതോടെ വില്ലേജ് ഓഫീസറുടെ ജാട തീർന്നില്ലേ? അയ്യോ, കാര്യമായിട്ടൊന്ന് ഞെട്ടിയല്ലോ മോഹനേട്ടാ. ഇതാ ഞാൻ പറഞ്ഞത്, രാവിലെ ഇവിടുന്ന് പോകുന്ന സത്യഭാമയായിരിക്കില്ല വൈകിട്ട് തിരിച്ചു വരുന്നതെന്ന്. അനാമിക പ്രോപ്പർട്ടീസിന്റെ MD ദേവാനന്ദനെ ഇന്ന് ഞാൻ നേരിട്ട് കാണുന്നു എന്റെ ഓഫീസിൽ വെച്ച്. ദേവാനന്ദൻ സാറ് എന്റെ ഓഫീസിൽ വന്ന് എന്നെ കാണണമെങ്കിൽ ഞാൻ ചെറിയ പുള്ളിയാണോ? ആത് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ച കയറും. ആരുടെ കേസ് വാദിക്കുന്ന കാര്യം നീ പറഞ്ഞത്? പറഞ്ഞല്ലോ, അനാമിക പ്രോപ്പർട്ടീസിന്റെ MD ദേവാനന്ദൻ സാറിന്റെ ഈ ടൗണിലെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും കേസുകൾ ഇനി വാദിക്കുന്നത് ഈ അഡ്വക്കേറ്റ് സത്യഭാമയാണ്. ഞാൻ വിശ്വസിക്കില്ല. അനാമിക പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാപനമല്ലേ? അവരുടെ ഒരു 15 പോക്ക് വരവെങ്കിലും ഞാൻ വില്ലേജ് ഓഫീസർ ആയതിനു ശേഷം നടത്തി കൊടുത്തിട്ടുണ്ട്. അത്രയും വലിയൊരു സ്ഥാപനം നിന്നെ പോലൊരു ചെറിയ വക്കീലിനെ കേസ് ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാ. ഞാനൊരു ചെറിയ വക്കീലാണെന്നത് മോഹനേട്ടന്റെ മാത്രം തോന്നലാണ്. സത്യത്തിൽ ഞാൻ ഈ ടൗണിലെ വളരെ പ്രശസ്തിയായ ഒരു വക്കീലാണ്. പക്ഷെ വില്ലേജ് ഓഫീസറുടെ ദുരഭിമാനവും അസൂയയും കാരണം അത് വകവെച്ച് തരാൻ പറ്റില്ല. മോഹനേട്ടാ, അല്ല, ഇക്കാര്യത്തിൽ ഞാൻ മോഹനേട്ടനെ മാത്രം കുറ്റം പറയില്ല. നമ്മുടെ നാട്ടിലെ ആണുങ്ങളിൽ പലരും ഇങ്ങനെയാണ്. ഭാര്യ തന്നെക്കാൾ പേരെടുക്കുന്നത് അവർക്ക് സഹിക്കില്ല. ഇത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ വിവരക്കേടാ. പെണ്ണുങ്ങൾക്ക് ഒരിക്കലും ആണുങ്ങളെ പോലെ പേരെടുക്കാൻ പറ്റില്ല. അതിന് അവര് പറയുന്ന ന്യായമാണ് ആണുങ്ങൾക്ക് അസൂയാണെന്ന്. ഇപ്പൊ മോഹനേട്ടൻ പറഞ്ഞത് അതിലും വലിയ തെറ്റ്. ഞങ്ങളുടെ ഓഫീസിന് തൊട്ടടുത്ത ഓഫീസിൽ ജോലി ചെയ്യുന്ന പ്രഭാകരൻ വക്കീലിന് മോഹനേട്ടന്റെ സ്വഭാവമാണ്. അയാളുടെ ഭാര്യ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്, മിടുക്കി. പക്ഷേ ഭാര്യ തന്നെക്കാട്ടിലും പ്രശസ്തിയാവുന്നത് സഹിക്കാൻ വയ്യാത്ത പ്രഭാകരൻ വക്കീല് ഭാര്യയുടെ ജോലി സ്ഥലത്ത് പാര വെച്ച് അതില്ലാതാക്കും. ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ പ്ലാൻ വരയ്ക്കാൻ അവർക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രഭാകരൻ വക്കീല് തന്നെ കെട്ടിട ഉടമയെ കണ്ട് അവർക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് പറയും. പറയുന്നത് ഭർത്താവല്ലേ, ആളുകൾ വിശ്വസിക്കുമല്ലോ. ആ പെങ്കൊച്ച് എന്നോട് വലിയ സങ്കടമായിട്ട് ഇതൊക്കെ പറഞ്ഞു. ഇത് നീ ഇപ്പോ ഇവിടെ പറഞ്ഞത് എന്തിനാ? നിനക്ക് കേസ് കിട്ടാതിരിക്കാൻ ഞാൻ ആരോടും കള്ളം പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, കാരണം മോഹനേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാനൊരു ചെറിയ വക്കീലാണ്. മോഹനേട്ടനെക്കാളും പ്രശസ്തയല്ല. പക്ഷേ നാളെ ഞാൻ അങ്ങനെ ആവുന്നൊരവസ്ഥ വന്നാൽ മോഹനേട്ടനും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. ആണല്ലേ ജാതി? കഷ്ടമേ കഷ്ടം. ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് പിടിപ്പത് ജോലിയുണ്ട്. അത് ചെയ്യാനുള്ള സമയം തന്നെ കഷ്ടമാണ്. അതിനിടയിലാണ് നിനക്ക് കിട്ടുന്ന കേസുകൾ മുടക്കാൻ നടക്കുന്നത്.
എന്തൊക്കെ ചെയ്താലും ഭാമേ, മോഹനകൃഷ്ണന് ഈ നാട്ടിലുള്ള വില നിനക്ക് കിട്ടില്ല. അതിപ്പോ അനാമിക പ്രോപ്പർട്ടീസിന്റെ കേസ് വാദിച്ചാലും കിട്ടില്ല. കാണാൻ എന്തിരിക്കുന്നു? ഈ പറയുന്ന അനാമിക പ്രോപ്പർട്ടീസ് നിന്നെ കേസ് വാദിക്കാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് പോലും ഇതുവരെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. വളരെ ബുദ്ധിമാനായ ഒരാളാണ് അതിന്റെ MD ദേവാനന്ദ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇത് പലരും പറഞ്ഞു, പക്ഷേ സംഗതി സത്യമാണ് മോഹനകൃഷ്ണൻ സാറേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമായിരുന്നു അനാമികയെ പോലെ വലിയൊരു സ്ഥാപനത്തിന്റെ വക്കീലാവുക എന്നത്. അതിപ്പോ സാധിച്ചു. കണ്ടറിയേണ്ടത് കണ്ടറിയണം ഭാമേ. ഇതൊക്കെ നടന്നാലേ നടന്നെന്ന് പറയാൻ പറ്റൂ. ഇപ്പോ ഒരു പക്ഷെ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടെങ്കിലും നാളെ തീരുമാനം മാറ്റിക്കൂടാന്നില്ലല്ലോ. അപ്പോ ശരി, സ്വപ്നം കണ്ടിരുന്നോ? ഞാൻ ഇറങ്ങാം. ഇത്ര നേരത്തെയോ? മണി 9 പോലും ആയില്ലല്ലോ. ഇത്ര നേരത്തെ അങ്ങോട്ടാ? എനിക്ക് താലൂക്ക് ഓഫീസർ ഒന്ന് പോകാം. ഈ നേരത്തെ താലൂക്ക് ഓഫീസ് തുറക്കുവോ? ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും താലൂക്ക് ഓഫീസ് തുറക്കുമല്ലോ. അതെങ്ങനെ? അവിടെ എത്താൻ അരമണിക്കൂർ പോലും വേണ്ടല്ലോ. തഹസിൽദാർ നേരത്തെ വരും. എനിക്ക് കണ്ടിട്ടൊരു അത്യാവശ്യമുണ്ട്. എന്നിട്ട് നേരത്തെ പറയാത്തെന്താ? ഇതെന്താ LP സ്കൂളോ ഇങ്ങനെ ചോദിക്കാൻ? എനിക്ക് സൗകര്യമുള്ളപ്പോ പോവും, സൗകര്യമുള്ളപ്പോ വരും. ആഹാ, അല്ല, വില്ലേജ് ഓഫീസറുടെ സോക്കേട് എനിക്ക് മനസ്സിലായി. അസൂയ. പാവം മോഹനേട്ടൻ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു. അഡ്വക്കേറ്റ് സത്യഭാമ ആരാണെന്ന് നാടറിയാൻ പോവുകയാണല്ലോ. ഹലോ, അതെ ഞാനാണ്. ബൈജു, നീ പറഞ്ഞ പോലെ ഞാൻ സെക്രട്ടറി അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾ വിശ്വസിച്ച മട്ടൊന്നുമില്ല. നിനക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യം നടക്കും. പിന്നെ കാര്യം നടക്കാതെ വന്ന എന്നെ പറയല്ലേ. വക്കീലല്ലേ വരുന്നത്? ഞാൻ വിളിക്കാമേ ബൈജു. നമസ്കാരം വക്കീലേ. നമസ്കാരം. ഇന്നെന്താണ് താമസിച്ചോ? ഓ, ഞങ്ങളുടെ ഗുമസ്തൻ മത്തായി ചേട്ടന്റെ അളിയനെ പോലീസ് പിടിച്ചു. വെള്ളമടിച്ച് വണ്ടി അടിച്ചെന്നാണ് കേസ്. സ്റ്റേഷനിൽ പോയി ജാമ്യത്തിൽ ഇറക്കിട്ട് വരിക. പുതിയ വീട് വെക്കാനുള്ള പരിപാടി എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ വക്കീലേ. പുതിയ വീട്? എന്തിനാ ഉത്തമ? ഞങ്ങൾക്കൊരു വീടുണ്ടല്ലോ. പിന്നെന്തിനാണ് സാർ രാവിലെ അനാമിക പ്രോപ്പർട്ടീസിന്റെ ഓഫീസിൽ പോയത്? അനാമിക പ്രോപ്പർട്ടീസിന്റെ ഓഫീസിലോ? മോഹനേട്ടനോ? അതേന്ന്. ഞാൻ അതുവഴി വരുമ്പോ സാർ ആഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്താ സാറേ ഇവിടെ എന്ന് ചോദിച്ചപ്പോ ഒരുമാതിരി ആളെ കളിയാക്കുന്ന ഒരു ചിരി. സത്യം പറഞ്ഞു വരുമ്പോ അനാമിക പ്രോപ്പർട്ടീസും ബ്രോക്കറാണ്, ഞാനും ബ്രോക്കറാണ്. പക്ഷേ എനിക്ക് ആഫീസും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കും നേരെ അനാമികയിലേക്ക് സാറ് പോയത്. അനാമികയിൽ തന്നെയാണ് മോഹനേട്ടൻ പോയതെന്ന് ഉറപ്പുണ്ടോ ഉത്തമ? ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതല്ലേ വക്കീലേ. എന്തായാലും വീട് വാങ്ങാനോ പുതിയൊരെണ്ണം പണിയാനോ ആയിരിക്കുമല്ലോ അവിടെ പോയത്. അല്ലെങ്കിൽ പിന്നെ മോനെ സാർ അവിടെ പോകേണ്ട കാര്യം എന്താ? എന്തായാലും എന്റെ അടുത്ത് പറയാതിരുന്നത് മോശമായി പോയി വക്കീലേ. 11 മണിയോടുകൂടി അഡ്വക്കേറ്റ് സത്യഭാമ അനാമിക പ്രോപ്പർട്ടീസിന്റെ വക്കീലാവുന്നതോടെ വില്ലേജ് ഓഫീസറുടെ ജാട തീർന്നില്ലേ? അയ്യോ, കാര്യമായിട്ടൊന്ന് ഞെട്ടിയല്ലോ മോഹനേട്ടാ. ഇതാ ഞാൻ പറഞ്ഞത്, രാവിലെ ഇവിടുന്ന് പോകുന്ന സത്യഭാമയായിരിക്കില്ല വൈകിട്ട് തിരിച്ചു വരുന്നതെന്ന്. അനാമിക പ്രോപ്പർട്ടീസിന്റെ MD ദേവാനന്ദനെ ഇന്ന് ഞാൻ നേരിട്ട് കാണുന്നു, എന്റെ ഓഫീസിൽ വെച്ച്. ദേവാനന്ദൻ സാറ് എന്റെ ഓഫീസിൽ വന്ന് എന്നെ കാണണമെങ്കിൽ ഞാൻ ചെറിയ പുള്ളിയാണോ? അയ്യോ, എന്താ എന്താ വക്കീലേ? എന്താ മുഖം വല്ലാതിരിക്കുന്നേ? കണ്ടറിയേണ്ടത് കണ്ടറിയണം ഭാമേ. ഇതൊക്കെ നടന്നാലേ നടന്നെന്ന് പറയാൻ പറ്റൂ. ഇപ്പോ ഒരു പക്ഷെ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടെങ്കിലും നാളെ തീരുമാനം മാറ്റിക്കൂടാന്നില്ലല്ലോ.
അപ്പോ ശരി, സ്വപ്നം കണ്ടിരുന്നോ? ഞാൻ ഇറങ്ങാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ വക്കീലേ? ഇത് പ്രശ്നമാകും ഉത്തമ. ഈ കേസ് ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല. ഇങ്ങനെയാണോ സ്വന്തം ഭാര്യയുടെ വായിച്ചു നിൽക്കണേ? അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. എന്റെ സ്വപ്നമായിരുന്നു അത്. ആ ജോലിക്ക് എന്തെങ്കിലും പറ്റിയ സത്യഭാമ ആരാണെന്ന് മോഹനേട്ടന് അറിയും. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇനിയിപ്പോ വക്കീലറിയാതെ വീട് മേടിക്കാനുള്ള പരിപാടിയായിരുന്നു സാറിന്. എന്തോ ഉണ്ട്. അല്ലെങ്കിൽ എന്റെ മുമ്പിൽ മോനൊരു സാർ അങ്ങനെ ഒരു കളി കളിക്കൂല. എന്തായി വക്കീൽ സാറേ? കുഴപ്പമൊന്നുമില്ല. ആള് വീട്ടിൽ പോയിട്ടുണ്ട്. എന്റെ പൊന്നും മത്തായി ചേട്ടാ, ഇമ്മാതിരി കേസിന് ഇനി എന്നെ വിളിക്കരുത്. ഒന്നെങ്കിൽ അളിയനോട് വീട്ടിലിരുന്ന് കുടിക്കാൻ പറ, അല്ലെങ്കിൽ ടാക്സി വിളിച്ചു പോയി കുടിക്കാൻ പറ. എന്ത് ചെയ്യാനാ വക്കീലേ? പറഞ്ഞാ മനസ്സിലാവണ്ടേ? മത്തായി ചേട്ടോ, ഇനി അളിയനും മനസ്സിലായില്ലെങ്കിലേ പോലീസുകാരൻ മനസ്സിലാക്കി കൊടുത്തോളൂ. അനാമികയുടെ ദേവാനന്ദ സാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ദേവാനന്ദ സാറ് വരില്ല. എന്ത് കാര്യമെന്നറിയില്ല. ദേവാനന്ദ സാറ് വരില്ലെന്ന് പറഞ്ഞെന്നാ സദാനന്ദം വക്കീൽ എന്നോട് പറഞ്ഞത്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഭാമ സ്റ്റേഷനിൽ പോയിരിക്കാണെന്ന് മത്തായി ചേട്ടൻ പറഞ്ഞു. എന്തു പറഞ്ഞു എസ് ഐ ഗീവർഗീസ്? പ്രശ്നമൊന്നുമില്ല സാർ. പോലീസുകാരല്ലേ, അവരവരുടെ വാശി കാണിച്ചു, അത്രേ ഉള്ളൂ. അനാമികയിലെ ദേവാനന്ദ് ഇന്ന് തന്നെ കാണാനും സംസാരിക്കാനും വരുമെന്ന് പറഞ്ഞില്ലേ? പുള്ളിക്കാരൻ വരില്ല. കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. വരേണ്ട കാര്യമില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രതീക്ഷിച്ചു സാർ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇന്നലെ എന്നോട് സംസാരിക്കുമ്പോ സത്യഭാമയെ പറ്റി വലിയ മതിപ്പായിരുന്നു കക്ഷിക്ക്. അതുകൊണ്ട് അവരുടെ കേസുകൾ തനിക്ക് തന്നെ കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നതാ. അതുകൊണ്ട് ദേവാനന്ദ് വിളിച്ചപ്പോ ഞാൻ ശരിക്കും അന്താളിച്ചു പോയി. കഴിവ് മാത്രമല്ല, ഭാഗ്യം കൂടി വേണ്ട സാർ. എനിക്കതില്ലാതെ പോയി. അത് കൊള്ളാം. ഇതെങ്ങനെ ഭാഗ്യക്കേടാവും? ഇതല്ലേ ശരിക്കുമുള്ള ഭാഗ്യം. മോഹനകൃഷ്ണന്റെ ഭാര്യയായതാ ഇക്കാര്യത്തിൽ സത്യഭാമയുടെ ഭാഗ്യം. ഈ ദേവാനന്ദ് മോഹനകൃഷ്ണന്റെ അടുത്ത ചങ്ങാതിയാ. മോഹനകൃഷ്ണൻ പറഞ്ഞില്ലേ? ഇല്ല. അവര് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാ. വെറും സഹപാഠികൾ എന്ന് പറഞ്ഞാ പോരാ, ഉറ്റ സുഹൃത്തുക്കൾ. ദേവാനന്ദ് വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നാ വരുന്നത്. ഉച്ചയൂണിന് പോലും പലപ്പോഴും നിവൃത്തിയില്ലായിരുന്നു അയാൾ പറഞ്ഞു. മോഹനകൃഷ്ണനായിരുന്നു അന്ന് അയാളുടെ ആശ്രയം. ദേവാനന്ദ് സംസാരിക്കുന്നത് കേട്ടപ്പോ സത്യത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. മോഹനകൃഷ്ണൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ദേവാനന്ദ് ഉണ്ടാകുമായിരുന്നില്ല എന്ന് അയാൾ പറഞ്ഞത്. അങ്ങനെയുള്ള മോഹനകൃഷ്ണന്റെ ഭാര്യയെ കേസ് ഏൽപ്പിക്കാൻ അയാൾക്ക് ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല. കേസ് സത്യഭാമയെ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്ന് ദേവാനന്ദ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ എനിക്ക് ശ്വാസം വീണത്. സത്യഭാമ മോഹനകൃഷ്ണന്റെ ഭാര്യയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ പണ്ടേ എല്ലാം സത്യഭാമയെ ഏൽപ്പിച്ചേനെ എന്ന് ദേവാനന്ദ് പറഞ്ഞു. ഇന്ന് അയാൾക്ക് സത്യഭാമ ആരാണെന്ന് മനസ്സിലായത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി. മോഹനകൃഷ്ണൻ വലിയ ചിട്ടയും വ്യവസ്ഥയൊക്കെ ഉള്ള ആളാ. ആർക്ക് വേണ്ടി ഒന്നും ശുപാർശ പോലും ചെയ്യില്ല എന്നല്ലേ സത്യഭാമ പറഞ്ഞത്. പക്ഷേ സ്വന്തം ഭാര്യയുടെ കാര്യം വന്നപ്പോ ചിട്ടയൊക്കെ തെറ്റി. മോഹനകൃഷ്ണൻ ദേവാനന്ദനെ പോയി കണ്ടിരുന്നു, സത്യഭാമയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ. ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാ പോരായിരുന്നു എന്ന് ദേവാനന്ദ് ചോദിച്ചപ്പോ
മോഹനകൃഷ്ണൻ പറഞ്ഞ എന്താണെന്ന് അറിയാവോ? ഭാമ വല്ലാതെ ആഗ്രഹിച്ചിരിക്കുക ആ ജോലി കിട്ടാതെ വന്നാൽ അവൾക്ക് സങ്കടമാവുമെന്ന്. ഈ മോഹനകൃഷ്ണനെയാ സത്യഭാമ ഇടയ്ക്കിടയ്ക്ക് കുറ്റം പറയുന്നത്. ഇതുപോലൊരു ഭർത്താവിനെ കിട്ടാൻ ചില്ലറ ഭാഗ്യം പോലെ വക്കീലേ. ഈശ്വര, എന്താ ഭാമേ? മോഹനേട്ടൻ ഭയങ്കര കള്ളനാ. ഞാനോ? എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഞാൻ നിന്റെ അടുത്ത് എന്ത് കള്ളത്തരാ കാട്ടിയത്? അനാമിക പ്രോപ്പർട്ടീസിലെ ദേവാനന്ദൻ സാറിനെ പരിചയമുണ്ടത് എന്നോട് പറയത്തെന്താ? അതുമല്ല, ഞാനും ദേവാനന്ദം കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. ഭയങ്കര കൂട്ടുകാരുന്നു. അങ്ങനെ വേറെയും കൂട്ടുകാരില്ലേ? കോളേജിലെ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ നിന്റെ അടുത്ത് പറയാൻ പറ്റുമോ? ഇന്ന് ദേവാനന്ദൻ സാർ എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞപ്പോഴെങ്കിലും അത് പറയാറുന്നില്ലേ? എന്തിന്? നീ വലിയ അഭിമാനത്തോടെ ഇരിക്കുമ്പോ ഞാൻ എന്റെ പരിചയം പറഞ്ഞ് നിന്റെ മൂട് കളയുന്ന എന്തിനാ? എന്നിട്ട് മോഹനേട്ടൻ അനാമിക പോയതോ? ഇന്ന് രാവിലെ തന്റെ സംസാരം കേട്ടപ്പോ അനാമിക പോലെ സ്ഥാപനത്തിന്റെ വക്കീലാകുന്നതിൽ നിനക്കുണ്ടാകുന്ന സന്തോഷം എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഏതെങ്കിലും കാരണത്തിൽ അത് നടക്കാതെ പോയാൽ നിനക്ക് സങ്കടം വരുമെന്നോർത്ത് ഒരു കുഞ്ഞു ശുപാർശ ഞാൻ പോയതാ. സത്യത്തിൽ ശുപാർശയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു. നിന്നെ പറ്റി അവന് ഭയങ്കര മതിപ്പല്ലേ? മോഹനേട്ടനെ പറ്റി ദേവാനന്ദൻ സാറിനും വലിയ മതിപ്പാ. അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? ഇപ്പോ നീ വലിയ അനാമികയുടെ വക്കീൽ. നിന്റെ ആഗ്രഹം സാധിച്ചു. ഇനിയിപ്പോ ഇങ്ങനെ ഈ കണ്ണൊക്കെ തറയ്ക്കുന്ന എന്തിനാ? മോഹനേട്ടൻ ഞാൻ വിചാരിച്ചതുപോലെയൊന്നും അല്ല. ഭയങ്കര സംഭവല്ലേ? ആണോ? എന്നാൽ എന്നെ പരിസര ദേഷ്യം എനിക്കുണ്ട്. ഞാൻ പ്രതികാരം ചെയ്യും. അയ്യോ, എങ്ങനെ? വാ, ഇങ്ങ് വാ, ഒരു രഹസ്യം പറയാനുണ്ട്. എന്താ? അതൊരു ഭയങ്കര പ്രതികാരമാണല്ലോ. പറഞ്ഞു വരുമ്പോൾ സകല കാര്യങ്ങളിലും കലഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് മോഹനകൃഷ്ണനും സത്യഭാമയും. പക്ഷേ ഇവരെ പോലെ പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ വിരളമാണെന്നതാണ് സത്യം. ഉദാത്തമായ സ്നേഹത്തിന്റെ സന്ദേശവുമായി പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ക്രിസ്മസ് ആഘോഷിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.